ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസ്ട്രേലിയയിലെ രജിസ്റ്റേർഡ് നഴ്സ് ആയാലുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ചാണ്. ഓസ്ട്രേലിയയിൽ RN ആവണമെങ്കിൽ 3 എക്സാംസ് അറ്റൻഡ് ചെയ്യണമെന്ന് പലർക്കും അറിയായിരിക്കുമല്ലോ. NCLEX RN, OSCE ആൻഡ് ലാംഗ്വേജ് ടെസ്റ്റ്. ഈ ഒരു പ്രൊസീജിയറിനെ പറയുന്നത് OB എന്നാണ്, ഔട്ട്കം ബേസ്ഡ് അസസ്മെൻറ്റ്. സോ ഒരു ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സ് ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യണമെങ്കിൽ OBA പാത്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. NCLEX RN ഒരു തിയറി ബേസ്ഡ് എക്സാം ആണ്. OSCE എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ എക്സാം ആണ്. ആൻഡ് ഫൈനലി ലാംഗ്വേജ് ടെസ്റ്റ് IELTS, OET, PTE ഇതിലേതാണെങ്കിലും അക്സെപ്റ്റഡ് ആണ്. റിക്വയർഡ് സ്കോർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ ഈസിയായി കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. സോ ഓസ്ട്രേലിയയിലെ രജിസ്റ്റേർഡ് നഴ്സ് ആവുക എന്നുള്ളത് പല നഴ്സസിൻ്റെയും സ്വപ്നമാണ് അല്ലേ. എന്നാൽ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് അറിയില്ലാത്തവരായിരിക്കാം കൂടുതൽ ആളുകളും. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സിമ്പിളായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഡെസ്മ ഇൻ്റർനാഷണൽ യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രജിസ്റ്റേർഡ് നഴ്സ് ആയാലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ്. നിങ്ങളിപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് സ്വിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബെനിഫിറ്റ്സ് കൂടുതൽ വേണം എന്നുള്ളത് കൊണ്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ബെറ്റർ ലൈഫ്, സാലറി ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ്. സോ ഓസ്ട്രേലിയയിൽ RN ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ സാലറി എന്ന് പറയുന്നത് ഒരു മെയിൻ ഫാക്ടർ ആണല്ലോ. നമ്മളൊരു ജോബിൽ നിന്ന് വേറൊരു ജോബിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോഴോ നമ്മൾ ഫസ്റ്റ് നോക്കുന്ന ഒരു കാര്യമാണ് സാലറി എന്ന് പറയുന്നത്. ഓസ്ട്രേലിയയിൽ ഹൈ പെയ്ഡ് ജോബാണ് RNസിന് വരുന്നത്. നമ്മുടെ ഇന്ത്യൻ നഴ്സസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓസ്ട്രേലിയയുടെ RNൻ്റെ സാലറി വളരെ ഹ്യൂജ് ആണ്. ഏകദേശം $70,000 ഓസ്ട്രേലിയൻ ഡോളർ മുതൽ $1,20,000 ഓസ്ട്രേലിയൻ ഡോളർ വരെ പെർ ഇയർ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു മാസം നോക്കുകയാണെങ്കിൽ മിനിമം 4.5 മുതൽ 5 ലക്ഷം രൂപയായിരിക്കും ഒരു ഓസ്ട്രേലിയൻ RNന് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. ഇനി ഈ സാലറി മാത്രമല്ല, ഇതല്ലാതെ അഡീഷണൽ കുറച്ച് ബെനിഫിറ്റ്സുകൾ കൂടി ഓസ്ട്രേലിയയിൽ കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ഒരു നേഴ്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഡേ ഷിഫ്റ്റ് ആണെങ്കിൽ, സെക്കൻഡ് ഷിഫ്റ്റ് ആണെങ്കിൽ, നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിലൊക്കെ സെയിം സാലറി തന്നെയായിരിക്കും. ഒരു ദിവസം എത്രയാണോ അവരുടെ സാലറി അത് തന്നെയായിരിക്കും കിട്ടുക. എന്നാൽ ഓസ്ട്രേലിയയിൽ അങ്ങനെയല്ല. ഓസ്ട്രേലിയയിൽ ഇപ്പോൾ സെക്കൻഡ് ഷിഫ്റ്റ് ആണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ അലവൻസ് ആയിട്ട് എക്സ്ട്രാ പേയ്മെൻറ്റ് കിട്ടുന്നതാണ്. ഇതിനെ പെനാൽറ്റി എന്നാണ് പറയുന്നത്. ഇങ്ങനെ പെനാൽറ്റി അവേഴ്സിന് നിങ്ങൾക്ക് പേയ്മെൻറ്റ് എക്സ്ട്രാ കിട്ടും. നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിലും എക്സ്ട്രാ കിട്ടുന്നതാണ്. ഓവർ ടൈം നിങ്ങൾ ഡ്യൂട്ടി ചെയ്യുകയാണെങ്കിൽ ഓവർ ടൈം അലവൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വരുമ്പോൾ ഈ ഒരു നഴ്സിൻ്റെ സാലറി എന്ന് പറയുന്നത് എബോവ് 5 lakhs ആയിരിക്കും പെർ മന്ത് വരുന്നത്. നമ്മുടെ നാട്ടിലെ രജിസ്റ്റേർഡ് നഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓസ്ട്രേലിയയുടെ RNൻ്റെ സാലറി എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആണ്. അതിപ്പോൾ ഈ ഒരു പെനാൽറ്റി ആഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അടുത്ത പോയിൻ്റാണ് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഒരു നഴ്സ് ഓസ്ട്രേലിയ പോലുള്ള കൺട്രി ചൂസ് ചെയ്യാനുള്ളതിൻ്റെ മറ്റൊരു റീസണാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. കാരണം നമ്മൾ നാട്ടിൽ ഒരു രജിസ്റ്റേർഡ് നഴ്സ് വർക്ക് ചെയ്യുന്നതും ഓസ്ട്രേലിയയിൽ ഒരു രജിസ്റ്റേർഡ് നഴ്സായി വർക്ക് ചെയ്ത് അവിടെ ജീവിക്കുന്നതും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വരുന്നത്. കാരണം നമുക്ക് ബെറ്റർ സാലറി വരുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കുറച്ചുകൂടെ ഹൈ ആയിരിക്കും. നമ്മൾക്ക് കുറേ നീഡ്സ് കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ കുറച്ചുകൂടെ ബെറ്ററായി മാറുകയാണ് ചെയ്യുക. ലൈഫ് സ്റ്റൈൽ മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓസ്ട്രേലിയ പോലുള്ള ഒരു കൺട്രി ചൂസ് ചെയ്യുമ്പോൾ ഓസ്ട്രേലിയയുടെ എൻവയോൺമെൻറ്റ്, അവിടുത്തെ കാലാവസ്ഥ, ക്ലൈമറ്റ്, അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ നഴ്സിന് അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു കൺട്രിയാണ് ഓസ്ട്രേലിയ. സോ ഈ ഒരു കൺട്രിയിൽ നിങ്ങൾ സ്റ്റേ ചെയ്ത് അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്ന ആ ഒരു ഇത് കുറച്ചുകൂടെ ഹൈ ആയിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളുടെ ജീവിത സാഹചര്യം കുറച്ചുകൂടെ മെച്ചപ്പെടുന്നത് വഴി നിങ്ങൾക്ക് ബെറ്റർ ലൈഫ് സ്റ്റൈൽ, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നതാണ്. അടുത്ത പോയിൻ്റാണ് എക്സലൻറ്റ് വർക്ക് ലൈഫ് ബാലൻസ്. ഇന്ത്യൻ നഴ്സസിനെയാണ് ഞാനിപ്പോൾ കൂടുതൽ കമ്പയർ ചെയ്യുന്നത്. ആൻഡ് ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്ന നഴ്സ് ആൻഡ് ഇന്ത്യൻ നഴ്സായിട്ട് നോക്കുമ്പോൾ വർക്ക് ലൈഫ് ബാലൻസ് അവിടെ വേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ആ ഒരു വർക്ക് സ്റ്റേഷൻ അല്ലെങ്കിൽ വർക്ക് പ്ലേസിൻ്റെ കാര്യങ്ങളും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റണം. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിന് അത്രയേറെ നമ്മുടെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചുകൂടി മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊരു ബിഗ് നോ തന്നെയാണ് വരുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം. എൻ്റെ ഓൺ സിസ്റ്റർ നേഴ്സാണ്. ആൾ വർക്ക് ചെയ്യുന്നത് ഇവിടെ കേരളത്തിൽ തന്നെ പേരുകേട്ട ഒരു ഹോസ്പിറ്റലിലാണ്. എന്നാലും വർക്ക് കൾച്ചർ ആൻഡ് ഷിഫ്റ്റ് വർക്ക്
പിന്നെ ആൾ റിപ്പോർട്ട് ചെയ്യുന്ന മാനേജേഴ്സ് ഓർ അവരുടെ ഹെഡ് നഴ്സ് ഓർ സൂപ്രണ്ട് നഴ്സൊക്കെ ആ ഒരു കൾച്ചർ അല്ലെങ്കിൽ അവരുടെ ഒരു ബിഹേവിയർ എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ചില ടൈമിൽ ലീവ് റിക്വസ്റ്റ് ചെയ്താൽ കിട്ടാതെ വരിക, ഫാമിലി ആയിട്ടുള്ള ടൈം വളരെ കുറവായിരിക്കും കിട്ടുന്നത്. കാരണം കുറേയേറെ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഉള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ നാട്ടിലെ നഴ്സസ് ഫേസ് ചെയ്യുന്നുണ്ട്. എനിക്കിത് കൂടുതൽ അറിയാൻ പറ്റുന്നത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ്. ആൾക്ക് പുറത്ത് പോകാനായിട്ട് താല്പര്യമില്ല, വേറൊരു കൺട്രിയിൽ പോയി വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമില്ല. അങ്ങനെ പല നഴ്സസ് നമ്മുടെ നാട്ടിലുണ്ടല്ലേ. ബട്ട് പോകാൻ ആഗ്രഹിക്കുന്ന നഴ്സസ് ഒത്തിരി അധികം ഉണ്ട്. എന്നാൽ അവർക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു സബോർഡിനേറ്റ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഒക്കെ ചിലപ്പോൾ അത്ര നല്ലതായിരിക്കണം എന്നില്ല. സോ ഇതൊക്കെ കൊണ്ടാണ് പല നഴ്സസും ഇന്ത്യയിൽ നിന്ന് വേറുള്ള കൺട്രിയിലേക്ക് കുറച്ചുകൂടെ ബെറ്റർ ലൈഫിന് വേണ്ടി വേറുള്ള കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അവരുടെ വർക്കും ഫാമിലിയുടെ കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല. ഒരു നഴ്സിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. കാരണം ഫാമിലീനെ അല്ലെങ്കിൽ കുട്ടികൾ, ഹസ്ബൻഡ്, അവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ചിലപ്പോൾ ടൈം കിട്ടാതെ വരിക. എന്നാൽ വർക്കിൻ്റെ സ്ഥലത്തുള്ള കുറച്ച് പ്രഷർ, കറക്റ്റ് ടൈമിൽ തന്നെ ഡ്യൂട്ടിയിൽ നിന്ന് റിലീവ് ചെയ്യാൻ പറ്റാറില്ല. ലൈക്ക് ഇപ്പോൾ ഒരു ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് അവർക്ക് അവിടെ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചാൽ പോലും ഹാൻഡ് ഓവർ കൊടുക്കാനായിട്ട് ഡിലേ വരിക, അല്ലെങ്കിൽ വേറൊരു നഴ്സ് വന്ന് ഡ്യൂട്ടി ഹാൻഡ് ഓവർ എടുക്കുക. വിചാരിക്കുന്ന പോലെ അവർക്ക് അത്ര ഈസി ആയിട്ട് ഒരു ദിവസത്തെ വർക്ക് കഴിഞ്ഞ് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ പറ്റണം എന്നില്ല, കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കാൻ പറ്റണം എന്നില്ല. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഓസ്ട്രേലിയയിൽ ആ ഒരു കാര്യം നോക്കുമ്പോൾ നിങ്ങളുടെ വർക്ക് കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്ട്രാ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓവർ ടൈം അലവൻസിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എക്സ്ട്രാ കാര്യങ്ങൾ പെയ്ഡ് അല്ലാതെ നിങ്ങൾ അവിടെ ചെയ്യേണ്ടി വരാറില്ല. കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് വർക്ക് ചെയ്യാനായിട്ട്. നിങ്ങളുടെ കൊളീഗ്സ് ആണെങ്കിലും സുപ്പീരിയേഴ്സ് ആണെങ്കിലും നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഓസ്ട്രേലിയ പോലുള്ള കൺട്രിയിൽ ഫേസ് ചെയ്യേണ്ടി വരാറില്ല. ചിലപ്പോൾ ചുരുക്കം ചില നഴ്സസിനൊക്കെ ചിലപ്പോൾ റേസിസം കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം. ബട്ട് നാട്ടിലെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഒന്നും അല്ല എന്ന് തോന്നുന്നു. ഓസ്ട്രേലിയൻ നഴ്സസിന് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവർക്കത് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ വർക്കിംഗ് അവേഴ്സ് ഇപ്പോൾ 8 hours ആണെങ്കിൽ ആ 8 hours കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലെ ഷിഫ്റ്റ് കഴിയും, നിങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് സാധിക്കും. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നാട്ടിൽ വർക്കിംഗ് അവേഴ്സ് 8 hours ആണെങ്കിലും നിങ്ങൾ ഇറങ്ങി എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും തന്നെ ലേറ്റ് ആവാറാണ് പതിവ്. പിന്നെ വേറൊരു കാര്യമാണ് സ്ട്രോങ് പേഷ്യൻറ്റ് നഴ്സ് റേഷ്യോ. നാട്ടിൽ അല്ലെങ്കിൽ വേറെയുള്ള കൺട്രിയിൽ, ഓസ്ട്രേലിയ അല്ലാത്ത മറ്റു ചില കൺട്രിയിലൊക്കെ ഒരു പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കുറേ പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് 1-2 നഴ്സസ് ആയിരിക്കും ഉണ്ടാവുന്നത്. നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ പേഷ്യൻ്റ് റേഷ്യോ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അവിടെ ഓസ്ട്രേലിയയിൽ അങ്ങനെയല്ല. കറക്റ്റായിട്ടുള്ളൊരു പേഷ്യൻ്റ് റേഷ്യോ അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് നഴ്സ് റേഷ്യോ ഫോളോ ചെയ്യുന്നൊരു കൺട്രിയാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സാധാരണ നാട്ടിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊന്നും അവിടെ വർക്ക് ചെയ്യുമ്പോഴേക്കും അധികം വരാറില്ല. പിന്നെ ഓസ്ട്രേലിയയിൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് പെയ്ഡ് സിക്ക് ലീവ് കിട്ടാറുണ്ട്, പെയ്ഡ് ആനുവൽ ലീവ് കിട്ടാറുണ്ട്, മെറ്റേണിറ്റി ലീവ്, പെറ്റേണിറ്റി ലീവ്, അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഓസ്ട്രേലിയയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നാട്ടിലും അവൈലബിൾ ആണ്. ബട്ട് കുറച്ചുകൂടെ കൂടുതൽ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഓസ്ട്രേലിയ തന്നെയാണ് വരുന്നത്. നാട്ടിലുള്ള നഴ്സസൊക്കെ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ അടുപ്പിച്ച് ലീവ് കിട്ടാൻ വേണ്ടി തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ബട്ട് ഓസ്ട്രേലിയയിൽ ആനുവൽ ലീവ് തന്നെ ഒരുമിച്ചൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. അടുത്ത പോയിൻ്റാണ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നഴ്സസ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ഒരിക്കലും ഡള്ളായിട്ട് ഉണ്ടാവില്ല. എപ്പോഴും അതിൻ്റെ ഒരു ഡിമാൻഡ് കൂടിയും കുറഞ്ഞും ഇരിക്കും. ഒരിക്കലും സ്റ്റോപ്പ് ആവുന്നുള്ളൊരു കാര്യമല്ല നഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. സോ നഴ്സിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റി ഏത് സമയത്തും എല്ലാ രാജ്യങ്ങളിലും അത്യാവശ്യം ഉണ്ടായിരിക്കുന്നതാണ്. ഓസ്ട്രേലിയയിൽ ഇപ്പോൾ നഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ റീജിയണൽ ഏരിയയിലും റൂറൽ ഏരിയയിലും ബാക്കിയുള്ള റിമോട്ട് ഏരിയാസിലൊക്കെ പുതിയ ഹോസ്പിറ്റൽസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നഴ്സസിൻ്റെ വേക്കൻസീസ് ഇനിയും കൂടുക തന്നെയാണ് ചെയ്യുക. ഓസ്ട്രേലിയയിൽ ജോബ് ഓപ്പർച്യൂണിറ്റിയിലെ കാര്യങ്ങൾ വരുമ്പോഴേക്കും
പല കാറ്റഗറി വരുന്നുണ്ട്. ഒരു RN വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഏജ്ഡ് കെയർ വരുന്നുണ്ട്, പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ, പബ്ലിക് ഹോസ്പിറ്റൽ, ഏജൻസി. സോ ഇതിൻ്റെയൊക്കെ അണ്ടറിൽ നിങ്ങൾക്ക് RN ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പല പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഹോസ്പിറ്റൽസ് ആക്റ്റീവ്ലി സ്റ്റിൽ റിക്രൂട്ടിംഗ് നഴ്സസ്. സോ നിങ്ങൾക്ക് ഇപ്പോഴും വേക്കൻസീസ് അവൈലബിൾ ആണ്. ബട്ട് വേക്കൻസി വരുമ്പോഴേക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ചായിട്ടായിരിക്കും വരിക. നിങ്ങളുടെ CV ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുക. ബട്ട് സ്റ്റിൽ ദേ ആർ റിക്രൂട്ടിംഗ് RNs. അടുത്ത പോയിന്റാണ് പ്രൊഫഷണൽ വർക്ക് കൾച്ചർ. അത് ഓസ്ട്രേലിയയിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വർക്ക് കൾച്ചർ അല്ലെങ്കിൽ അതൊരു പ്രൊഫഷണലി ആയിരിക്കണം എന്നില്ല. പല സിറ്റുവേഷനും ഓരോ ആളുകളും ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ സുപ്പീരിയേഴ്സ് ആണെങ്കിലും കൊളീഗ്സ് ആണെങ്കിലും ചിലപ്പം ആ ഒരു പ്രൊഫഷണലിസം ഇല്ലാതെ ആയിരിക്കും പല കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്. ബട്ട് ഓസ്ട്രേലിയയിൽ അങ്ങനെയല്ല, എല്ലാം ഒരു പ്രൊഫഷണൽ വേയിലായിരിക്കും വരുന്നത്. എല്ലാത്തിനും അതിൻ്റെതായ റൂളുണ്ട്. നഴ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു റെസ്പെക്റ്റഡ് പ്രൊഫൈലാണ് വരുന്നത്. ബട്ട് നമ്മുടെ നാട്ടിൽ റെസ്പെക്റ്റ് കൊടുക്കണം, ബട്ട് അത് കൊടുക്കാൻ റെഡി അല്ലാത്തത് കൊണ്ടാണ് നഴ്സിന് വേറൊരു കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടി വരുന്നത്. മെയിൻലി ഇന്ത്യ ടു അതർ യൂറോപ്യൻ ഓർ അതർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ്. പിന്നെ ഈ റെസ്പെക്റ്റ് മാത്രമല്ല, ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. നമ്മുടെ നാട്ടിലൊരു നഴ്സിന് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നോ തന്നെയാണ്. ബിക്കോസ് അവർക്ക് ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കാം, പേടിയായിരിക്കാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ബട്ട് ഓസ്ട്രേലിയയിൽ RN ആയിട്ട് ജോബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറേ കാര്യങ്ങളിൽ ഇൻഡിപെൻഡൻ്റ് ആവും. സോ ഡിസിഷൻസ് ഒറ്റയ്ക്ക് എടുക്കേണ്ടി വരും. അവിടെ RN ആണ് മെയിനായിട്ട് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങളുടെ അണ്ടറിൽ കെയർ വർക്കേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ഉണ്ടാവും. സോ നിങ്ങളാണ് അവർക്കുള്ള ജോബൊക്കെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ നിങ്ങൾ കുറച്ചുകൂടി മെച്ചുവേർഡ് ആവും, ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് കുറച്ചുകൂടി വരും, ഇൻഡിപെൻഡൻ്റ് ആവും. ഇതൊക്കെ ഓസ്ട്രേലിയയിൽ ഉണ്ടാവും. ബട്ട് നാട്ടിലെ നഴ്സിന് ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് കുറവായിരിക്കും ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആ ഒരു പവർ ഉണ്ടാവില്ല. ഓസ്ട്രേലിയയിൽ RNൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഒത്തിരി ഉണ്ട്. സോ ഇതൊരു ലെങ്തി വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത പോയിന്റ്സ് ഒക്കെ നമുക്കൊരു പാർട്ട് 2 ആയിട്ടുള്ള വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ഡൗട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ന്യൂസിലൻഡോ അയർലൻഡ് ഏത് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ടെസ്മ ഇൻ്റർനാഷണലിൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടീം നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.